എൻ്റെ പേര് സഹർഷൻ. ഞാൻ ഡേവിസ് ക്യാൻസിന്റെ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. നമ്മൾ കഴിഞ്ഞ 40 വർഷത്തിലേറെയായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ ഡേവിസ് ക്യാൻസിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പുതിയ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഡേവിസ് ക്യാൻസ് തുടങ്ങുന്നത്. ഡേവിസ് ക്യാൻസ് പുതിയ സാങ്കേതിക വിദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് പുതിയ സാധ്യതകളെ ആഗോളതലത്തിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം, മറ്റ് ആഗോള ആരോഗ്യ മേഖലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് അതിനൊപ്പം തന്നെ നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ കണക്കുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തുള്ള സാമാന്യ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ച് അതിന്റെ ടെക്നോളജിയെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്തർദേശീയ തലത്തിലുള്ള ചില പുതിയ ആശയങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേവിസ് ക്യാൻസ് ശ്രമിക്കാറുണ്ട്. അതിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലുള്ള ഉപകരണങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോവിഡാനന്തര കാലത്തിന് ശേഷം കേരളത്തിലെന്നല്ല ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ മേഖലയിലുള്ള സാഹചര്യങ്ങൾ മാറി. അപ്പോൾ നമ്മൾ ഡേവിസ് ക്യാൻസർ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോവിഡിന് മുമ്പ് വരെ പറയുന്നത് രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡോക്ടർക്ക് എത്രയും പെട്ടെന്ന് രോഗിയുടെ രോഗം എന്താണെന്ന് അറിയണമെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായം വേണം. ഡേവിസ് ക്യാൻസ് രോഗനിർണയത്തിൽ നിന്ന് മാറി ആരോഗ്യ നിർണയത്തിലേക്ക് മാറുകയും ഇതുവരെ നമ്മളിലുള്ള രോഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാങ്കേതിക വിദ്യകളുടെ സഹായം നമ്മൾ നേടിക്കൊണ്ടിരുന്നത്. ഡോക്ടേഴ്സിന് അതിനനുസരിച്ച് റിസൾട്ടിനനുസരിച്ച് മരുന്നുകൾ കൊടുക്കാനും ചികിത്സിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഡേവിസ് ക്യാൻസ് അടുത്തൊരു പടിയിലേക്ക് പോകുന്നത് ആരോഗ്യ നിർണയം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ആരോഗ്യം സഫീഷ്യന്റ് ആണോ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആണോ എന്നറിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഡയഗ്നോസിസ് മാറുകയാണ്. മറ്റേത് നമ്മൾ നിർത്തുന്നില്ല. രോഗനിർണയം നമ്മൾ പ്ലാനായിട്ട് നടക്കുമ്പോൾ തന്നെ പുതിയ സാഹചര്യം അനുസരിച്ച് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരോഗ്യ നിർണയമാണ്. എന്റെ ശരീരം ആരോഗ്യപരമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് അവർക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് നൽകുക. അത്തരത്തിലുള്ള ടെസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുമാണ് നമ്മൾ ഇപ്പോൾ പുതിയ ഒരു ലക്ഷ്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആരോഗ്യ നിർണയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 ഘട്ടമാണ്. ആരോഗ്യ നിർണയത്തില് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്റ്റാറ്റസ്, അതായത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇൻ ഫ്യൂച്ചർ, ഇനി നമുക്ക് നാളെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെമ്പാടും തന്നെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും അനാലിസിസും ഒക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ പുതുതായിട്ട് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആൽപ്പാടെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സമൂഹത്തിലും ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള പല ടെസ്റ്റുകളും ഇപ്പോൾ സാങ്കേതിക വിദ്യ വളരെയേറെ വികസിച്ചതുകൊണ്ട് ആ സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തും. അപ്പോൾ രോഗം വരുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്നതാണ് എന്ന് പറയുന്നതൊക്കെ പഴയതായി. ഈ വരാൻ പോകുന്നത് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യക്ക് കഴിയും. ആ ഒരു മേഖലയിലേക്കാണ് ഡേവിസ് ക്യാൻസർ പുതിയ ചുവടുവെപ്പുമായിട്ട് അതിന്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേവിസ് ക്യാൻസർ രോഗനിർണയത്തിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഡേവിസ് ക്യാൻസർ പഠന ഗവേഷണത്തിലൂടെ അതിന്റെ ഏരിയ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദമാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഡേവിസ് ക്യാൻസറിന്റെ ഒരു സഹോദര സ്ഥാപനം. അപ്പൊ അവിടെ നമ്മൾ ഗവൺമെന്റിന്റെ DMLT പോലെയുള്ള ഗവൺമെന്റ് അപ്രൂവൽ കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഡേവിസ് ക്യാൻസർ എന്ന് പറയുന്നത് വെറും ഒരു ഡയഗ്നോസിസ് സെന്റർ അല്ല, പകരം ആരോഗ്യ മേഖലയിൽ എല്ലാ മേഖലയിലും നമ്മൾ കൃത്യമായി ഇടപെട്ടുകൊണ്ടും അതിനെ പരിപുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡേവിസ് ക്യാൻസർ എന്ന് പറയുന്നത് ദ തേർഡ് ഐ ഓഫ് യുവർ ഹെൽത്ത് എന്ന് പറയുന്നതായിരിക്കും ഉചിതം. Davis Scans. Prediction through precision. The third eye for your health.